പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ഒപ്പം തന്നെ എല്ലാവരെയും ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് പ്രത്യേകിച്ച് പത്രോസിൻ്റെ കാരാഗ്രഹ അനുഭവത്തെക്കുറിച്ച്, പത്രോസിൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചതിനെ, ദൈവത്തിൻ്റെ ശക്തി പത്രോസ് അനുഭവിച്ചറിഞ്ഞതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു പോരുകയായിരുന്നു. ഇനി നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പത്രോസിന് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരുടെ അനുഭവമാണ്. അതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. കണ്ണുകളടച്ച്. സ്തോത്രം സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചു, സഭാ നേതൃത്വത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇനിയും പ്രാർത്ഥിക്കുവാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ നാഥ. ഈ ദിവസത്തെ ധ്യാനയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഞങ്ങൾക്ക് മുന്നോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും വചനത്തിനു വേണ്ടി ദാഹിക്കുവാനും വചനത്താകുന്ന ഭക്ഷണം കഴിച്ച് തൃപ്തരാകുവാനും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തിരുമുമ്പാകെ സമർപ്പിച്ചു കർത്താവേ. തൻ്റെ ദൂതനെ അയച്ച് പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നാഥ, അവിടുത്തെ ദൂതനെ ഞങ്ങൾക്കും കാവൽ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കാവൽ മാലാഖമാരെ വേദനിപ്പിക്കാതെ അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതനുസരിച്ച് അവരോട് ചേർന്ന് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. പരിശുദ്ധമേ ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പത്രോസ് ആ വീടിൻ്റെ വാതിൽക്കൽ ചെന്ന് മുട്ടി. റോദ എന്ന വേലക്കാരി ഇറങ്ങി വന്ന് നോക്കി. പത്രോസിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ അവൾ സന്തോഷഭരിതയായി വാതിൽ തുറക്കുന്ന കാര്യം മറന്ന് അകത്തേക്ക് ഓടിച്ചെന്ന് പത്രോസ് വാതിൽക്കൽ നിൽക്കുന്നു എന്നറിയിച്ചു. ഹല്ലേലൂയ. നിനക്ക് ഭ്രാന്താണ് എന്ന് അവർ പറഞ്ഞു. അവൾ വീണ്ടും തറപ്പിച്ച് പറഞ്ഞപ്പോൾ അവൻ്റെ കാവൽ ദൂതനായിരിക്കുമെന്നായിരുന്നു അവരുടെ മറുപടി. പത്രോസ് വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരുന്നു. അവർ കതക് തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ച്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്കുള്ള ഒരു മറുപടി വ്യക്തമായി ലഭിച്ചാലും നമ്മുടെ സംശയം തീരുന്നില്ല എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഇവർ പ്രാർത്ഥിക്കുന്നത് വലിയ സങ്കടത്തിൽ നിന്നാണ്, വലിയ വേദനയിൽ നിന്നാണ്. അവരുടെ മുമ്പിൽ വലിയ നാശമാണ്. അവരുടെ ജീവൻ നിലനിൽപ്പ് തന്നെ വലിയ അപകടത്തിലാണ്. ഒന്നിനെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വരുമ്പോൾ ഞങ്ങളുടെ കാര്യം എന്തായിത്തീരുമെന്നുള്ള അലമുറയിട്ടുള്ള കരച്ചിലാണ് അവരുടെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ അവർ വിശ്വസിക്കുന്നില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്. അതുകൊണ്ട് ആ പാവങ്ങൾ, ആ വേലക്കാരി ഓടി വന്ന് പറഞ്ഞപ്പോൾ അവളെ തടയുകയാണ്. നിനക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. സാധിക്കില്ല എന്നാണ് അവരുടെ ഉത്തരം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും ഓരോ വിഷയങ്ങൾ വച്ച് പലപ്പോഴും ധാരാളം കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നവരാണ്, ധാരാളം സമയമെടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ ഒരു നെഗറ്റീവ് എനർജി അതിൻ്റെ അകത്ത് നമ്മളിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ എന്നും കൂടി പരിശോധിക്കണം. പ്രാർത്ഥിക്കാം, പക്ഷെ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഇത്ര പെട്ടെന്ന് സാധിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വ്യക്തമായി കണ്ണുകൊണ്ട് കണ്ട വ്യക്തിയോട് പറയാണ്, നിനക്ക് ഭ്രാന്താണ്. കുട്ടി തറപ്പിച്ച് പറയുന്നു, വേലക്കാരി തറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ പറയുന്നു, അത് അവൻ്റെ ദൂതനായിരിക്കും, കാവൽ ദൂതനായിരിക്കും. നമുക്കിങ്ങനെയുള്ള തിരിച്ചറിവ് പോലും ഉണ്ടോയെന്ന് ഒന്ന് പരിശോധിക്കേണ്ട അത്യാവശ്യം. നമ്മൾക്ക് ദൂതന്മാരെയൊക്കെ ദൈവം നിയോഗിച്ച് തന്നിട്ടുണ്ട്. നമ്മൾക്ക് കാവൽ ദൂതനൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് തന്നെ
തിരിച്ചറിയുമോ? നമുക്ക് അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഇങ്ങനൊരു ജീവിതമാണോ നയിക്കുന്നതെന്ന്. ഇവിടെ പ്രാർത്ഥിക്കുന്ന ഈ ജനം പറഞ്ഞു, അവൻ്റെ കാവൽ ദൂതനായിരിക്കും, അല്ലാതെ അവൻ വരിക അസാധ്യമാണ്. എന്താണ് അസാധ്യം? മരിച്ചവരെ ഉയർപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്, അവർ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഈ ഹെറോദോസിൻ്റെ ഈ പട്ടാള സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് ഒരാൾ തന്നെ പോരുക സാധ്യമല്ല. ദൈവദൂതൻ ഇങ്ങനെ ഇടപെടുമെന്നും അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അവരുടെ ബുദ്ധി അവരെ നയിക്കുന്നുണ്ട്. എന്താണ് ബുദ്ധി നയിക്കാൻ കാരണം? ഇത്രയും ഒരു ചട്ടക്കൂടിൽ നിന്ന് 4 പട്ടാളക്കാർ 4 സംഘമായി നിർത്തി ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. 1-ാം കവാടം, 2-ാം കവാടം, പിന്നെ ഇരുമ്പ് വാതിൽ, ഇതെല്ലാം കടന്നു പോരുക ഒരു വ്യക്തിക്ക് സാധ്യമല്ല എന്നവർ അവരുടെ പ്രാർത്ഥനയിൽ അവർ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അവർ പ്രാർത്ഥിക്കുന്നതിനാ ദൈവം ഇടപെടാൻ വേണ്ടി. ദൈവം ഇടപെടാൻ വേണ്ടിയാണ്. അപ്പം എങ്ങനെ ദൈവം ഇടപെടും? ഒരുപക്ഷെ അവർ ചിന്തിച്ചിട്ടുണ്ടാവും, ഹെറോദോസ് ആലോചന സംഘത്തിലേക്ക് വിളിക്കുമ്പോൾ ആലോചനയിൽ ആ ന്യായാന്യായങ്ങളൊക്കെ നിരത്തി പത്രോസ് നിരപരാധിയാണെന്ന് പറഞ്ഞു വിടുകയോ, അല്ലെങ്കിൽ പത്രോസിനെ തക്കതായ എന്തെങ്കിലും ഒരു കോലുകൊണ്ട് കുറച്ച് അടിയൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുകയൊക്കെ ചെയ്യും എന്നൊക്കെ ആയിരിക്കാം അവർ വിചാരിച്ചിരിക്കുന്നത്. ശരീരത്തിലൊരു പോറൽ പോലും ഏൽക്കാതെ അധികാരികളെ ലജ്ജിപ്പിക്കത്തക്കവണ്ണം, അധികാരികളെ വിസ്മയിപ്പിക്കത്തക്കവണ്ണം ദൈവം ഇടപെടുമെന്ന് അവരൊരിക്കലും വിശ്വസിച്ചിട്ടില്ല. അവൻ്റെ ഈ പെൺകുട്ടിയോട് പറയുകയാണ്, ഒന്നുകിൽ അതവൻ്റെ ആത്മാവായിരിക്കും, അല്ലെങ്കിൽ കാവൽ ദൂതനായിരിക്കും. പത്രോസ് നേരെ തന്നെ അവരോട് നിശബ്ദരായിരിക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചതിന് ശേഷം എങ്ങനെയാണ് കർത്താവ് തന്നെ കാരാഗൃഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് അവൻ വിശദീകരിച്ചു. അതാണ് പ്രിയമുള്ളവരെ സാക്ഷ്യം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം എന്തെല്ലാം അനുഗ്രഹങ്ങളിലൂടെ, എന്തെല്ലാം അത്ഭുതങ്ങളിലൂടെ നമ്മളെ നടത്തിയെന്ന് നമ്മൾ മറ്റുള്ളവരോട് പറയാൻ കഴിയണം. ചില ആളുകൾക്കൊക്കെ സാക്ഷ്യം പറയാൻ നാണക്കേടാ. സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും അവരുടെ ജീവിതാനുഭവത്തിൽ നിന്ന് ഒരു കുഞ്ഞു കാര്യം പോലും പറയില്ല. അവർക്ക് എങ്ങനെ ഒരു മാനസാന്തരമുണ്ടായെന്ന് അവർ സംസാരിക്കില്ല. അതൊക്കെ അവർക്ക് കുറവായി തോന്നുന്നുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അറിവില്ലായ്മയായിരിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. വലിയ വലിയ പ്രതികൂലതയിൽ, വലിയ വലിയ പ്രതിസന്ധികളിൽ, നാളെ ഈ ലോകത്തില്ല എന്ന് ചിന്തിക്കത്തക്കവണ്ണമുള്ള വലിയ ഭയാനകമായ അനുഭവങ്ങളിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ വിടുവിച്ച ഓരോ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അത് ഒന്നൊന്നായി നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ മാത്രമേ യഥാർത്ഥ സുവിശേഷമാകുന്നുള്ളൂ. നമ്മളല്ല സുവിശേഷം പറയുന്നത്, ക്രിസ്തു നമ്മളിലൂടെയാണ് സംസാരിക്കുന്നത്. ക്രിസ്തു നമ്മളിലൂടെ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളെ സംസാരിക്കാൻ സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളോട് പറയുന്നത്. പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ക്രിസ്തു നമ്മളെ വിമോചിപ്പിച്ച കാര്യമാണ് നമ്മൾ ആദ്യം പറയുന്നത്. ക്രിസ്തു നമ്മുടെ പ്രതികൂലതകളിൽ നിന്ന്, നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന്, നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന്, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, അസാധ്യമെന്ന് തോന്നിയ പല കാര്യങ്ങളിൽ നിന്നും ക്രിസ്തു എന്നെ മോചിപ്പിച്ചു. ഇതാണ് സുവിശേഷം. യേശു ക്രിസ്തു എന്നെ വിമോചിപ്പിച്ചു, യേശു എന്നെ വീണ്ടെടുത്തു, യേശു എന്നെ രക്ഷിച്ചു. ഹല്ലേലൂയ. യേശു എന്നെ രക്ഷിച്ചു. എൻ്റെ ചില പ്രതിസന്ധികളിൽ നിന്ന്
ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടിയിട്ടുണ്ട്, ഒരു വരി എനിക്കറിയുള്ളൂ. അന്നേ മരിച്ചു പോയെങ്കിൽ ചെന്നേവൻ നരകമാതിൽ. ബാക്കിയുള്ളതൊക്കെ ഞാൻ മറന്നുപോയി, കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട് ഞാനത്. എന്നും എൻ്റെ ജീവിതത്തിൽ ഞാനത് ആ ഒരു വരി എന്നും എനിക്ക് കാണാതെ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുകയാണ്. പാട്ട് എവിടെ നിന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ബാക്കി പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അന്നേ മരിച്ചു പോയിരുന്നെങ്കിൽ ചെന്നേവൻ നരകമതിൽ. അന്ന് പത്രോസ് മുക്കുവനായി മീൻ പിടിച്ചുകൊണ്ടിരുന്ന കാലത്ത് യേശു പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പത്രോസ് മരിച്ചു പോയിരുന്നെങ്കിൽ ഈ ഒരു വലിയ ദൈവാനുഭവത്തിലൂടെ കടന്നു പോകാൻ സാധ്യത കുറവായിരിക്കാം. എന്നാൽ ഇന്ന് പത്രോസ് ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ടപ്പോൾ അനവധി പീഡനങ്ങൾ, മരണകരമായ അനുഭവങ്ങൾ ഒന്നൊന്നായി അവന് തൻ്റെ വിശ്വാസികളോട് പറയാൻ ഉണ്ട്. ഒന്നൊന്നായി. പ്രിയമുള്ളവരെ, നമ്മിൽ നിന്ന് മാറ്റപ്പെട്ട ശ്രേഷ്ഠ കാതോലിക്ക ബാവായൊക്കെ അനേകരങ്ങനെ പറയുന്നവരുണ്ട്. എന്നാലും ഇത് ആത്മീയ പിതാവെന്നുള്ള നിലയ്ക്ക് ഒരു വാക്ക് ഞാൻ പറയുകയാണ്. അദ്ദേഹം മരണത്തിന് മാറ്റപ്പെട്ടയാളായിരുന്നു എന്നും കുഞ്ഞായിരുന്നപ്പോൾ മലയെക്കുറിച്ചിങ്ങ് കൊണ്ടുവന്ന് ഒരു വാഴത്തണ്ട് കിടത്തണ പോലെ കിടത്തിയെന്നും പുണ്യപ്പെട്ട പിതാക്കന്മാരുടെയും നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശുക്രിസ്തുവിന് ശ്രേഷ്ഠ ഭാവിയെക്കുറിച്ച് പ്രത്യേക പദ്ധതിയുള്ളത് കാരണം ജീവൻ തിരിച്ചു കിട്ടിയെന്നും കഠിന ദാരിദ്ര്യത്തിലും 4-ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ചെയ്ത് മുന്നോട്ട് പഠിക്കാൻ കഴിവില്ലാതെ, സാമ്പത്തികമില്ലാതെ ദാരിദ്ര്യം അനുഭവിച്ച് കുഞ്ഞുനാളിൽ തന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓട്ടക്കാരനായി, അഞ്ചലോട്ടക്കാരനായി ജോലി നേടിയെന്നും ഇന്നവരെയും ദൈവം നടത്തിയ കാര്യങ്ങൾ പറയുമ്പോൾ ബലഹീനനായ എന്നെ ഇന്നവരെയും നടത്തിയ കാര്യമോർത്ത് അദ്ദേഹം കരഞ്ഞ് സംസാരിക്കുമ്പോൾ പലരും അതിനെയൊക്കെ പുച്ഛത്തോടെ ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നാം ഏതറ്റത്ത് നിന്നാലും ഇന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ലെങ്കിലും, ഇന്ന് ആ കാര്യങ്ങളൊന്നും കേൾക്കാൻ ആരും താല്പര്യപ്പെടുന്നില്ലെങ്കിലും, നമ്മുടെ ക്രിസ്തുവിന് വേണ്ടി, നമ്മളെ നടത്തിയവന് വേണ്ടി നമ്മളെല്ലാം സംസാരിക്കണം. നമ്മളെ നമ്മളായി തന്നെ വലിയ ഭാവത്തിൽ നിർത്തി മറച്ചു വെച്ചല്ല നമ്മൾ സംസാരിക്കേണ്ടത്. നമുക്ക് ക്രിസ്തു നമ്മളെ വിടുവിച്ച, ക്രിസ്തു നമ്മളെ നയിച്ച ഓരോ അനുഭവങ്ങളും ലജ്ജയില്ലാതെ സംസാരിക്കാൻ കഴിയണം. സാധുവായ എന്നെ, പൊട്ടനായ എന്നെ, അറിവില്ലാതിരുന്ന എന്നെ, ഹെറോദോസിൻ്റെ പടയാളികളുടെ മുമ്പിൽ കടന്നുറങ്ങിയ എന്നെ ഇന്ന കാര്യങ്ങളിൽ എത്തിച്ചു. അത് പറയാൻ കഴിയണം. ഒന്നൊന്നായി പറയാൻ തുടങ്ങി പത്രോസ്. ഒന്നൊന്നായി പറഞ്ഞു. ഗമാലിയേലിൻ്റെ ശിഷ്യൻ, ബെഞ്ചമിൻ ഗോത്രക്കാരൻ, 8-ാം നാൾ പരിച്ഛേദനമേറ്റവൻ, എബ്രായിൽ ജനിച്ച എബ്രായൻ, മതകാര്യത്തിൽ തീഷ്ണതയുള്ളവൻ, ശൗൽ പൗലോസായപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവുകളെല്ലാം അവന് ലഭിച്ചപ്പോൾ അവൻ്റെ അറിവെല്ലാം ചെറുതായി, ക്രിസ്തുവിൻ്റെ ജ്ഞാനം വലുതായി നിന്നപ്പോൾ അവൻ്റേതായിട്ടുണ്ടായിരുന്നില്ല. അവൻ ചപ്പും ചവറുമെന്ന് എണ്ണിയിട്ട് അവനൊരു ശിശുവായി, ആത്മീയ ജീവിതത്തിലൊരു ബാലനായി മാറിക്കൊണ്ട് അവൻ പറഞ്ഞു, ദമസ്കോസിൽ വെച്ച് യേശു ക്രിസ്തു എനിക്ക് പ്രത്യക്ഷപ്പെട്ട നാൾ മുതൽ
ഇന്നവരെയും അവൻ അധികാരികളുടെ മുമ്പിൽ സംസാരിച്ചു. മറുതലിക്കാൻ എനിക്ക് പറ്റിയില്ല. അല്ലയോ മഹാരാജാവേ, ആ വലിയ ദർശനം എനിക്കുണ്ടായപ്പോൾ ആ ദർശനത്തോട് മറുതലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവിവേകിയായിട്ടും ഭ്രാന്തനായിട്ടും ഇവരെന്നെ കുറ്റം വിധിക്കുന്നുണ്ടെങ്കിൽ, ഫെലിക്സ് പറഞ്ഞു, വിദ്യാഭ്യാസത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. എനിക്ക് ഭ്രാന്തല്ല. എന്നെ അണിയിച്ചിരിക്കുന്ന ചങ്ങല ഒഴികെ ബാക്കി സകലരും ക്രിസ്തുവിനെ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നതെന്ന് പൗലോസ്ലീഹ പറഞ്ഞത്. സാക്ഷ്യമുള്ളവരായിരിക്കണം പ്രിയമുള്ളവർ. ഒരു ക്രിസ്ത്യാനി സാക്ഷ്യമുള്ളവരായിരിക്കണം. അവനെ വീണ്ടെടുത്തത് അവൻ ലോകത്തോട് സംസാരിക്കണം. ഹല്ലേലൂയ. അവസാനിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. എല്ലാ കാര്യങ്ങളും അവൻ അവരോട് വിശദീകരിച്ചു. സംഭവം യാക്കോബിനോടും സഹോദരന്മാരോടും പറയണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. എല്ലാവരോടും പറയണം, കൂട്ടുപ്രവർത്തകരോട് പറയണം, കർത്താവ് എന്നെ എങ്ങനെ രക്ഷിച്ചു. എന്നിട്ടോ അവിടെ നിന്ന് പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. പ്രഭാതമായപ്പോൾ പത്രോസിന് എന്ത് സംഭവിച്ചിരിക്കാമെന്നതിനെക്കുറിച്ച് പടയാളികളുടെ വലിയ പരിഭ്രാന്തി ഉണ്ടായി. അവനെ അന്വേഷിച്ച് കണ്ടെത്താതെ വന്നപ്പോൾ ഹെരോദോസ് കാവൽക്കാരെ വിചാരണ ചെയ്യുകയും അവരെ കൊല്ലാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. അനന്തരം പത്രോസ് യൂദയായിൽ നിന്ന് കേസറിയായിലേക്ക് പോയി അവിടെ താമസിച്ചു. ബാക്കിയുള്ള ഭാഗം പ്രിയമുള്ളവരെ നിങ്ങൾ വായിക്കുക. യഹൂദന്മാരുടെ താല്പര്യത്തിന് അവരുടെ ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടി യാക്കോബിനെ കൊന്ന, പത്രോസിനെ കാരാഗ്രഹത്തിലടച്ച, കൊല്ലാൻ വേണ്ടി എല്ലാ കോപ്പും കൂട്ടിയ ഹെറോദോസിൻ്റെ അനുഭവം എന്തായിരുന്നു എന്നുള്ളതാണ് ബാക്കി 20 മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. സമയത്തിൻ്റെ കുറവ് കൊണ്ട്, വിഷയം അതല്ലാത്തത് കൊണ്ടും ഇവിടെ ഈ ഭാഗത്ത് പിൻവലിയുകയാണ്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. എല്ലാ കാര്യങ്ങളും പത്രോസ് വിശദീകരിച്ചു. തൻ്റെ കാരാഗ്രഹത്തിൽ താൻ പുറത്തു വന്ന കാര്യങ്ങളെല്ലാം, ഹെറോദോസിൻ്റെ ദുഷ്ടലക്ഷ്യത്തിൽ നിന്നും യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും ദൈവം തമ്പുരാൻ രക്ഷിച്ചത് പത്രോസിൻ്റെ സാക്ഷ്യമായി. മറ്റുള്ളവരെ അറിയിക്കണമെന്ന് പത്രോസ് പറയുകയാണ്. നമുക്കും പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ സാക്ഷിയായി നിൽക്കാനുള്ള കൃപ തരണമേ നാഥ. യേശുവിൻ്റെ വിശ്വസ്ത ഒരു ഭടനായി നിൽക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുന്നതിൽ ലജ്ജിക്കാനിടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെല്ലാം വില കൊടുക്കേണ്ട വന്നാലും, ജീവൻ തന്നെ അപകടത്തിലായാലും യേശുവിനെ സാക്ഷിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വചനങ്ങളൊക്കെയും അനേകർക്ക് ലഭിക്കത്തക്കവണ്ണം നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ ശുശ്രൂഷകളിലും ഞങ്ങളെ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഈ മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ കേൾക്കുന്ന ഓരോ വചനങ്ങളും ഓരോ ധ്യാനങ്ങളും അനേകർക്ക് ലഭിക്കത്തക്കവണ്ണം സഭ വളരാൻ, ദൈവരാജ്യം പടരുവാൻ ഇടയാകാൻ വേണ്ടി പ്രേക്ഷിതരായി മാറണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഇവിടെ നടക്കുന്ന ധ്യാനത്തിൽ വന്ന് പങ്കെടുക്കുവാനും ഇവിടുത്തെ ഏകദിന ധ്യാനയോഗങ്ങളിലൊക്കെ പങ്കെടുക്കുവാനും ഇവിടുത്തെ ദരിദ്രരായ മക്കളുടെ ശുശ്രൂഷയിൽ പങ്കുചേരുവാനും ഒക്കെ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. മലയിടംതുരുത്ത് എറണാകുളം ജില്ലയിലുള്ള ഒരു കൊച്ചു ഗ്രാമം. അവിടെ കഴിഞ്ഞ 30 വർഷമായി തെരുവിലലയുന്ന വിഷാടകര മാനസിക രോഗികളായിട്ടുള്ളവർക്കൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. തെരുവിലൊക്കെ ചോറ് കൊണ്ടുപോയി കൊടുക്കുക, മക്കളെ സ്നേഹിക്കുക, തെരുവിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരെ പുനരധിവസിപ്പിക്കുക. ഈ കഴിഞ്ഞ ശുശ്രൂഷകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്.
പൊതുജനങ്ങൾക്കായി ധ്യാനകേന്ദ്രം പരിശുദ്ധ സഭയിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വിശുദ്ധ ബലിയർപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ശുശ്രൂഷകളെല്ലാം ഓർക്കണം. എല്ലാറ്റിലുപരിയായി ലജ്ജയില്ലാതെ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ, സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായും നിൽക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.